വള്ളം മറിഞ്ഞ ഒരു മരണം. കൊല്ലത്ത് കുടിവെള്ളം എടുക്കാൻ വള്ളത്തിൽ പോയ മത്സ്യത്തൊഴിലാളി വള്ളം മറിഞ്ഞ് മരിച്ചു. ചവറ പുത്തൻതുരുത്ത് സ്വദേശി സന്ധ്യ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ദിവസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് മറുകരയിൽ നിന്നാണ് വെള്ളം എടുത്തിരുന്നത്. 9 തുരുത്തുകളിലായി 500 കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. അമ്മയോട്ട് പോയപ്പോൾ ഞങ്ങൾ കായലിൽ പോയി വലയും വെച്ചിട്ട് വന്നായിരുന്നു. ആ മീനും വെള്ളത്തിലുണ്ടായിരുന്നു. വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. തിരിച്ചു വന്നേ വെള്ളം കമ്മത് ബോട്ടിൽ വട്ടം വേണം അറിയാമായിരുന്നില്ലേ അമ്മയ്ക്ക്? ഇല്ലായിരുന്നുണ്ടായിരുന്നു. വെള്ളം കമ്മന്നു. അമ്മ ബോട്ടിനടിയിലോട്ട് പോയി, പിടിക്കാൻ പറ്റിയില്ല. എനിക്കും വെള്ളമില്ലാതെ ഞാൻ വെള്ളം എടുക്കാനായിട്ട് അവള് വെള്ളം കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്കും വെള്ളം കൊണ്ട് തരാമെന്ന് പറഞ്ഞതാ. അന്നേരം ഇത് സംഭവിച്ചത്. ജനവാസമുള്ള 9ഓളം തുരുത്തുകളുണ്ട്. അവർ മെയിനായിട്ട് ആശ്രയിക്കുന്ന ഏക മാർഗം ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മാത്രമാണ്. പൈപ്പ് കണക്ഷനിലൂടെ വരുന്ന വെള്ളം മാത്രമാണ്. അവിടെ ബോർവെൽ താക്കാനോ കിണർ താക്കാനോ അങ്ങനെയുള്ളൊരു സാങ്കേതിക പ്രശ്നമില്ല. 10 മാസം ഞങ്ങൾക്ക് വെള്ളം കിട്ടാറുണ്ട്. 2-3 കൊല്ലം ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങൾക്ക് ദുരിതമായിട്ടിരിക്കുക. ഡെയിലി വെള്ളമില്ലാതെ പൊട്ടി വെള്ളം ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക. വെള്ളം കിട്ടുന്നില്ല. ഈ തുരുത്ത് വിശ്വാസികളെ വെള്ളം ഇല്ലാതെ മരിച്ചു പോത്തുള്ളൂ. അരുൺ രാജുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. അരുൺ, ദാരുണമായ ഒരു സംഭവമാണ്. ഈ തുരുത്തിൽ കുടിവെള്ളമില്ലാതായിട്ട് എത്ര കാലമായി അരുൺ? ഉന്മേഷ കഴിഞ്ഞ 8 ദിവസമായി ഈ തുരുത്ത്, അത് ശാസ്താംകോട്ട തടാകത്തിൽ നിന്നുള്ള ജലവിതരണ പദ്ധതി പൂർണ്ണമായും നിലച്ചിട്ട് ഈ കൊല്ലം നഗരത്തിലും അതുപോലെ തന്നെ ഈ 9ഓളം തുരുത്തുകളിലും കുടിവെള്ളം ഇതിനോടകം തന്നെ നിലച്ചതാണ്. നിരവധിയായ തവണ ഇത് പരാതിയായി മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ താൽക്കാലിക സംവിധാനം മാത്രമാണ് ഈ തുരുത്തുവാസികൾക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി തയ്യാറാക്കിയത്. ഇതിനിടയിലാണ് തുരുത്ത് നിവാസികൾ സ്വന്തം നിലയ്ക്ക് സമീപത്തുള്ള ഈസ്റ്റ് പ്ലാന്റിലടക്കം പോയി വെള്ളം ശേഖരിക്കുന്ന സ്ഥിതി അടക്കമുണ്ടായത്. ഇതിനിടയിൽ ഇന്ന് രാവിലെ ഈ സന്ധ്യ സെബാസ്റ്റ്യനും മകനും കൂടി തുരുത്തിലെത്തി തുരുത്തിൽ നിന്ന് പുറത്തേക്ക് എത്തി വെള്ളം ശേഖരിച്ച് മടങ്ങുന്നതിനിടയിലാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഈ വള്ളം വേലിയിറക്ക സമയമായിരുന്നു. ഈ വള്ളത്തിൽ വലയും അതുപോലെ തന്നെ ഈ കുടിവെള്ളവും അടക്കം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഈ സന്ധ്യയ്ക്ക് നീന്തലടക്കം അറിയില്ലായിരുന്നു എന്നുള്ളതാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും അപകടത്തിന് പിന്നാലെ രക്ഷാപ്രവർത്തനമടക്കം ശ്രമിച്ചു. പക്ഷേ ഇത് മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിനുശേഷം ഈ മൃതദേഹം ഈ മുക്കാടുള്ള പള്ളിയിൽ സംസ്കരിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ദാരുണമായ അന്ത്യത്തിന് ഞെട്ടലിലാണ് തുരുത്ത് നിവാസികൾ. കഴിഞ്ഞ 8ഓളം ദിവസമായി ഈ പ്രദേശത്തെ പ്രശ്നം അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടും യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായില്ല എന്ന പ്രതിഷേധവും ഈ തുരുത്ത് നിവാസികൾക്കുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകും. ശാശ്വതമായ പരിഹാരത്തിനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് സ്ഥലം MLA സുജിത് വിജയമുള്ള അല്പസമയം മുമ്പ് ഈ സ്ഥലത്തെത്തിയപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് തുരുത്ത് നിവാസികളുടെ നിലവിലുള്ള തീരുമാനം. ഉന്മേഷ്. ശരി അരുൺ. അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.